ടെക് ഫൈവ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു അടിപൊളി ടെർബോ സ്റ്റവ് ആണ്. അപ്പോൾ ഈ ഒരു ടെർബോ സ്റ്റവിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൺബൈക്ക് ഷീറ്റ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തെർമോകോൾ പീസ് നമുക്ക് ഇളക്കി മാറ്റാം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അതായത് ഈ ഒരു ടെർബോ സ്റ്റോവിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ സിമൻ്റൊക്കെ ഒന്ന് ഇളക്കി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മളുടെ ഒരു ഡോർ ഭാഗമൊക്കെ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ അകത്തത്തെ ഒരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗം അത്രയും നമ്മൾ കത്തിച്ച് കളയുമ്പോൾ അത് പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇതിനൊന്ന് നീറ്റായിട്ടൊന്നും പെയിൻ്റ് അടിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊരു പെയിൻ്റ് ഇട്ട് എത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുണ്ട് ഈ ഒരു സ്ക്രൂ ഇവിടെ ഡോർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഡോറിലും ഇതേപോലെ ഒരു ഹോളിട്ട് സ്ക്രൂ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെർബോ സ്റ്റോവിൻ്റെ ഏകദേശം പണിയെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ അങ്ങനെ കുളമായിപ്പോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബ്ലോർ ബില്ല്, അതായത് എയർ അകത്തോട്ടേക്ക് ഇരുന്ന ആ ബ്ലോറിൻ്റെ ലീഫൊന്ന് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഒരു പെയിൻറ്റ് ചുരണ്ടി എല്ലാം ആ ഒരു ചാമലയിൽ ഇളക്കിയപ്പോൾ ആ പെയിൻറ്റൊക്കെ ഇളക്കി ആ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാനുള്ള ഈ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബ്ലോർ പിന്നിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വിറക് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സോ നമുക്കാണ് ഇതിനാണ് ചിരട്ടമാണ് ഇട്ട് കൊടുക്കാം. ഏറ്റവും കൂടെ നന്നായിട്ട് കുറേ നേരം കത്തിയിരിക്കുന്നത് ഈ കരിക്കട്ടില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കത്തി കുറേ നേരം നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അടിപൊളിയായിട്ട് തീയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലോവർ ഓൺ ചെയ്യാം. അപ്പോൾ തീ അങ്ങനെ നമ്മൾ ബ്ലോവർ അങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീ ഇപ്പോൾ അടിയിൽ നിന്ന് കത്തി വരുന്നുണ്ട്. ആ ഒരു കത്തി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ട്യൂബിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളമില്ലേ, ആ ഒരു വെള്ളം തിളച്ചിങ്ങനെ പുറത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.